الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي تقوى الله، كما قال الله تعالى في القرآن العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم. ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും അനുവദിച്ചിട്ടുള്ള ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുക. ജീവിതയാത്രയിൽ എപ്പോഴാണെന്ന് മുൻകൂട്ടി അറിയിക്കപ്പെടാത്ത മരണവുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഓർമ്മയായിരിക്കണം ഏറ്റവും കൂടുതലായി നമുക്കുണ്ടായിരിക്കേണ്ട ഓർമ്മ. ഏതൊരു സന്ദർഭത്തിലാണോ നമ്മൾ ഓരോരുത്തരും ആ യാഥാർത്ഥ്യത്തിന് കീഴൊതുങ്ങി യഥാർത്ഥമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമമായിരിക്കണം നമ്മൾ ഓരോരുത്തരും കൈക്കൊള്ളേണ്ടത് എന്നാദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ശക്തിയായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധമായ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ മുന്നിൽ വെച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത മാതൃകയെ ചിന്തയ്ക്ക് വിധേയമാക്കിക്കൊണ്ടും ഖൈറു ഉമ്മത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നമ്മൾ മാതൃകാ ഉമ്മത്തായി കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട നമ്മൾ എത്രത്തോളം ഗൗരവതരമായ ആലോചനകളിലൂടെയാണ്, നീക്കങ്ങളിലൂടെയാണ്, തീരുമാനങ്ങളിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അനുനിമിഷവും നമ്മൾ കഴിച്ചു കൂട്ടുന്നത് എന്ന് തീർച്ചയായും ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ് നമ്മളുടെ മുമ്പിലുള്ളത്.
ഒരു പുതുവർഷത്തിന്റെ പുലരിയിൽ അതിനെ വരവേൽക്കാൻ വേണ്ടി രാവ് പകലാക്കിക്കൊണ്ട് അതിന്റെ പിന്നാലെ ഓടിയ, അതിന്റെ ആലസ്യം വിട്ടൊഴിയാത്ത ആ ഹാങ് ഓവറിലായിക്കൊണ്ട് ഒരു പക്ഷേ വെള്ളിയാഴ്ചയിലേക്ക് വന്ന ആരെങ്കിലുമൊക്കെ ചിലർ ഒരു പക്ഷേ എൻ്റെ മുന്നിൽ ഇരിക്കുന്നവരുണ്ടായിരിക്കാം. ആഘോഷങ്ങളല്ല, ആർഭാടങ്ങളല്ല, ആമോദങ്ങളല്ല, നേരെ മറിച്ച് ആലോചനകളും ആത്യന്തികമായ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവികമായ തഖ്വാ ബോധത്തിൽ ഉടലെടുക്കേണ്ട കണക്കെടുപ്പുകളുമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നതാണ്. ഖുർആൻ അത് നമ്മുടെ മുന്നിൽ കൃത്യമായി വരച്ചു കാണിച്ചിട്ടുള്ളതാണ്. ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഖുർആനിന്റെ ഒരു പ്രയോഗം നമുക്ക് ഇപ്രകാരം വായിക്കാൻ കഴിയും: വഅതിഉല്ലാഹ വഅതിഉർ റസൂല. വിശ്വാസി സമൂഹം എന്ന് പറയുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ, തൻ്റെ ഒരു വകതിരിവിന്റെ പ്രായം മുതൽ, അതാണല്ലോ ഒരു 7 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് എന്നൊക്കെ പറയുന്നത്, അവിടെ മുതൽ തൻ്റെ നാഥനുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ച് തൻ്റെ പ്രായപൂർത്തിയുടെ തക്ലീഫ് മുതൽ, ബാധ്യതകൾ മുതൽ തൻ്റെ നാഥനുമായിട്ടുള്ള ബന്ധത്തെ ഏറ്റവും നല്ല തഖ്വാ ബോധത്തോടുകൂടി നിലനിർത്തിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും നമ്മളോട് ഖുർആൻ പറയുന്ന ഒരു വായനയുണ്ട്. അത് അല്ലാഹുവിനെ അനുസരിക്കുക, വഅതിഉർ റസൂല, പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വഹ്ദറു, ജീവിതത്തിൽ തികഞ്ഞ ജാഗ്രത നിങ്ങൾ കൈക്കൊള്ളുകയും വേണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അല്ലാഹുവിനെ ഇത്വാഅത്ത് ചെയ്യുന്നതിന് പകരം, അനുസരിക്കുന്നതിന് പകരം എൻ്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ വിധേയപ്പെടുന്നതിന് പകരം അവിടുത്തെ കൽപ്പനകളും അവിടുത്തെ നിർദ്ദേശങ്ങളും അവിടുത്തെ മുന്നറിയിപ്പുകളും ഒക്കെ വളരെ കൃത്യമായി ഞാനതിനെ അനുസരിക്കുക എന്ന അനുസരണത്തിനു പകരം വല്ല അനുസരണക്കേടും എനിക്ക് വന്നു പോകുന്നുണ്ടോ എന്ന ജാഗ്രത നിങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, തീർച്ചയായും ഫൈൻ തവല്ലൈതും, നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, അതിനുള്ള സ്വാതന്ത്ര്യം ഈ ദുനിയാവിലുണ്ട്. ഓരോരുത്തർക്കും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അല്ലാഹു തആല മനുഷ്യരാശിയെ പടച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഇത് പരീക്ഷണ ലോകമായത്. ഈ പരീക്ഷണ ലോകത്ത് അല്ലാഹുവിനും അവന്റെ റസൂലിനും അനുസരിക്കുക എന്നതിൽ നിന്ന് ആ ജാഗ്രവത്തായ ഒരു ജാഗ്രത നിങ്ങൾ കൈക്കൊള്ളാതെ ഒരു അനുസരണക്കേടിന്റെ വഴിയാണ് നിങ്ങൾ സ്വീകരിക്കുകയും അതിലേക്കുള്ള ഒരു പിന്തിരിഞ്ഞു പോക്കുമാണ് തീർച്ചയായും നിങ്ങൾ കൈക്കൊള്ളുന്നത് എങ്കിൽ ഫഅലമു അന്നമാ അലാ റസൂലിനൽ ബലാഉൽ മുബീൻ, എന്റെ ദൂതനെ എന്റെ വ്യക്തമായ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്ന ബാധ്യത മാത്രമേയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളെ നിർബന്ധിച്ച് അല്ലാഹുവിനെ അനുസരിപ്പിക്കേണ്ടതോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിപ്പിക്കേണ്ടതോ ആയ ഒരു ബാധ്യത, അതിന്റെ അങ്ങനെ ഒരു ദൗത്യം പ്രവാചകന്റെ മേലില്ല. ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുക, വ്യക്തമായി ആർക്കും മനസ്സിലാക്കാവുന്ന ഭാഷയിൽ, ആർക്കും ചിന്തിച്ചു ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ ഈ ദിവ്യ സന്ദേശത്തിന്റെയും അതിന്റെ കൃത്യമായ പ്രായോഗിക രൂപത്തിന്റെയും ബലാഗ് നിങ്ങളിലേക്ക് കൈമാറുക എന്ന ദൗത്യം മാത്രമേ ആ പ്രവാചകനിൽ നിക്ഷിപ്തമായിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറയുകയാണ് ലൈസ അലല്ലദീന ആമനു വഅമിലസ് സ്വാലിഹാത്ത്. ഒരു വിഷയത്തെ പ്രതിപാദിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്തിന്റെ തത്സംബന്ധമായിട്ടാണ് ഈ ആയത്തുകൾ ഇറങ്ങിയിരിക്കുന്നത്. വിഷയം മദ്യപാനവുമായി ബന്ധപ്പെട്ടതാണ്. സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെയും 92-ാമത്തെയും ഒക്കെ ആയത്തിൽ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള
മദ്യം വർജിക്കണം, നിങ്ങൾക്കതിന് സമയമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവതീർണമായ ആയത്തിന്റെ പിന്നാലെയാണ് അല്ലാഹു തആല ഈ ആയത്ത് പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം. ആ അനുസരണയ്ക്ക് എതിരായി വരുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ജാഗരൂകത ഉണ്ടാവുകയും വേണം. എന്നിട്ട് ഖുർആൻ പറയണേ, നിങ്ങൾ വിശ്വസിക്കുകയും അമലുസ്വാലിഹാത്തുകൾ ചെയ്യുകയും ചെയ്തവർക്ക് ജുനാഹുൻ ഫീമാ തുഇമു, നിങ്ങൾ മുമ്പ് ഭക്ഷിച്ചു പോയതിൽ കുറ്റമില്ല. മദ്യം കുടിച്ചവരെ കുറിച്ച് അവർക്ക് ബേജാറായി. ഞങ്ങളിൽ പലരും, ഞങ്ങളുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഞങ്ങളിൽ പലരും വിശ്വാസികളായിരിക്കെ മദ്യം അവർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ആ ഉപയോഗിച്ചവർ അവരുടെ വിഷയത്തിൽ എന്തായിരിക്കും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ വിചാരണ നാളിൽ എന്ന ഭയം അവർക്കുണ്ടായി. അപ്പൊ അല്ലാഹു തആല പറയണേ, അത് നിങ്ങൾക്ക് കുറ്റമില്ല. അങ്ങനെ നിങ്ങൾ ഇസ്ലാം വിരോധിച്ചതിന് മുമ്പും ഇസ്ലാം നിങ്ങളുടെ മുന്നിൽ നിയമമാക്കുന്നതിന് മുമ്പും നിങ്ങൾ അത് ഉപയോഗിച്ച് പോയവരുടെ വിഷയത്തിൽ അത് കുറ്റമില്ല. എന്നാൽ ശേഷം വരുന്ന ആളുകൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം. ആ അനുസരണത്തിന്റെ വിഷയത്തിനെതിരായി വരുന്ന അനുസരണക്കേടിന്റെ വിഷയത്തിൽ ജാഗരൂകരായിരിക്കുകയും വേണം എന്നതാണ് അല്ലാഹുവിന് പറയാനുള്ളത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടുന്ന് പറഞ്ഞു, ഇദാ മത്തഖൗ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് ശേഷം ഇനി ആരെല്ലാം ഉണ്ടോ അവർ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അവരല്ലാഹുവിനെ സൂക്ഷിക്കണം. അത് കൂട്ടുകെട്ടിന്റെ പേരിലോ അത് ആഘോഷത്തിന്റെ പേരിലോ അത് ഏതെങ്കിലും നിലയിലുള്ള ന്യൂ ഇയറിന്റെ പേരിലോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിവാഹാഘോഷത്തിന്റെ പേരിലോ ഒന്നും അല്ലാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കാതിരിക്കരുത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക തന്നെ വേണം. നിയമമാക്കപ്പെടുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മരണപ്പെട്ടവരുടെ വിഷയത്തിൽ അവരുപയോഗിച്ചു എന്നതുകൊണ്ട് കുറ്റമില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ആമനു, വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, സുമ്മത്തഖൗ. എന്നെ ഏറെ ആകർഷിച്ചത് ആ ഭാഗമാണ്. വീണ്ടും അല്ലാഹു തആല പറയണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിന് തഖ്വയുള്ളവരായിരിക്കണം. വആമനു, വീണ്ടും ഖുർആൻ പറയണേ, വിശ്വസിക്കണം, സുമ്മത്തഖൗ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ തഖ്വാബോധമാണ് എന്നോടും നിങ്ങളോടും അല്ലാഹു തആല ചോദിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഞാൻ ആയത്ത് മനഃപൂർവ്വമാണ് ആദ്യം ഓതായിരുന്നത്. കാരണം ആ ആയത്ത് എല്ലാ വർഷത്തിന്റെയും അവസാനത്തിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ ആരംഭത്തിലോ നമ്മൾ കേൾക്കുന്നതാണ്. സൂറത്തുൽ ഹസറിലാണ് ആയത്ത്. 59-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ ജുസ് കഴിഞ്ഞിട്ട് അല്ലാഹു തആല അവിടുന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് വിശ്വാസികളെ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഈ തഖ്വ എന്ന് പറയുന്ന ആ ഓർമ്മയെ, ആ സൂക്ഷ്മതാബോധത്തെ, ആ ദോഷബാധകളെ സൂക്ഷിക്കുവാനുള്ള ആ അടിസ്ഥാനപരമായ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. അടുത്ത നിമിഷമാകുന്ന മരണത്തിന് ശേഷമുള്ള ആ ഒരു സമയത്തിനു വേണ്ടി നിങ്ങൾ എന്താണ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ആ വിഷയത്തെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാരണം വളരെ ക്ലിയർ ആണ്. ഖുർആനിന്റെ വളരെ കൃത്യമാണ് ആ ശ്രദ്ധ ക്ഷണിക്കൽ. അടുത്ത നിമിഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കുള്ള ഈ ശ്വസിക്കുന്ന ഏതാനും നിമിഷങ്ങൾ മാത്രമേ നമ്മുടേതുള്ളൂ. ഇന്നലെ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതാണ്. നാളെ എന്ന് പറയുന്നതോ അടുത്തത് എന്ന് പറയുന്നതോ വരാനിരിക്കുന്നത് നമ്മുടെ കൈകളിലല്ല. നമ്മളിപ്പോൾ കഴിഞ്ഞുകൂടുന്ന ഈ ശ്വസന നൈമിഷികമായ ഈ വളരെ കുറഞ്ഞ നിമിഷം നിങ്ങളൊന്ന് ആലോചന വിധേയമാക്കുക. വരാനിരിക്കുന്ന അടുത്ത നിമിഷത്തിൽ ഞാൻ ജീവശവമായി എന്റെ റൂഹ് അങ്ങോട്ട് പിരിഞ്ഞു പോയാൽ ആ വരാനിരിക്കുന്ന എന്നെന്നും നിലനിൽക്കുന്ന ആ ലോകത്തേക്ക് വേണ്ടി നീ നിനക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു വെച്ചിരിക്കുന്നു എന്ന ആത്മവിചിന്തനമാണ്, ആ ഒരു ആലോചനയാണ്. തൻദുർ എന്ന് പറഞ്ഞാൽ കേവലം നോക്കുക എന്നതല്ല, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഒരു ആത്മവിചാരം നടത്തുക എന്നതാണ് അല്ലാഹു തആല അവിടെ പറയുന്നത്. വീണ്ടും അല്ലാഹു തആല അവിടെ പറഞ്ഞു, വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇവിടെ അല്ലാഹു തആല വീണ്ടും പറയുന്നത് സുമ്മത്തഖൗ വആമനു സുമ്മത്തഖൗ. തഖ്വയാണ് പ്രിയപ്പെട്ടവരുടെ പ്രധാനമായ വിഷയം. വഅഹ്സനു, സുകൃതങ്ങൾ ചെയ്യുക എന്നതിനാണ് നമ്മൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, സുകൃതങ്ങൾ ചെയ്യുന്നവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം.
ആഘോഷിക്കാനും തിമിർത്താടാനും ഉറക്കമിളക്കാനും നിലവിളിക്കുന്നത് വരെ ഒരേ പൊയ്പോകുന്ന ഒരു രാത്രിയുടെ അവസാനവും വരാനിരിക്കുന്ന ഒരു പുലരിയുടെ ഉദയവും അങ്ങനെ ഉറക്കമിളച്ചിരുന്ന് കാണുന്നിടത്തൊന്നുമല്ല ഇസ്ലാമിന്റെ മുഖ്യമായ അത് ബന്ധപ്പെടുത്തി നിൽക്കുന്ന സന്ദർഭങ്ങൾ. മറിച്ച് നമ്മുടെ ആത്മീയമായ തലങ്ങളെ, നമ്മുടെ നന്മകളാർന്ന ജീവിതത്തെ, നമ്മുടെ നാഥനെ കുറിച്ചുള്ള തഖ്വാ ബോധത്തെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ അമൃസ്വാലിഹാത്തുകളെ എല്ലാം കൃത്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല നമ്മളോട് ചോദിക്കുകയാണ്, വഹ്ദറു, നിങ്ങൾ ജാഗ്രവത്താണോ? എന്നോടാണ്ടോ, നിങ്ങളോട് മാത്രമല്ല, നിങ്ങൾ ജാഗ്രവത്താണോ? ആയിരുന്നോ? ഒരു ജീവിതത്തിന്റെ ഒരു വർഷം ഗ്രിഗേറിയൻ കലണ്ടർ നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്ന ഹിജ്രി കലണ്ടറിനേക്കാൾ കൂടുതൽ, ഒരു പക്ഷേ ഇന്ന് ക്രിസ്തുവാബ്ദ വർഷത്തിന്റെ ഡേറ്റും മാസവും ചോദിച്ചാൽ നമുക്ക് അറിയുന്നത് പോലെ നമുക്കൊരു പക്ഷേ ഹിജ്രിയുടെ മാസവും ഡേറ്റും ചോദിച്ചാൽ അറിയാത്തവരായിരിക്കും എന്റെ മുന്നിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും. അത് അങ്ങനെയാണ് നമ്മൾ ആ കലണ്ടറുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ ഇടപാടുകൾ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ബന്ധപ്പെടുത്തി നിൽക്കുന്നത്. ആ ഒരു കലണ്ടറിൽ നിന്ന് നമ്മുടെ ഒരു ആയുസ്സിനെ മറിച്ചിടുമ്പോൾ, നമ്മൾ നാഥന്റെ അരികിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം, ഈ തഖ്വാ ബോധത്തെ നമുക്ക് ജാഗ്രവത്തായി കൊണ്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെ മറ്റു ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ മനുഷ്യന്റെ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അള്ളാഹു റസൂൽ അത് ബന്ധപ്പെടുത്തി പറഞ്ഞത്. കാരണം മറ്റു ജീവജാലങ്ങൾക്കൊന്നും വിശേഷ ബുദ്ധിയില്ല. അതുകൊണ്ട് തന്നെ അവയെല്ലാം നാളെ മണ്ണായി തീരാനുള്ള വിചാരണയ്ക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കളാണ്. നമുക്കറിയാം, സൂറത്തുൻ നബയിൽ അത് കൃത്യമായി പറഞ്ഞതാണ്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. ആ വിചാരണയ്ക്ക് ശേഷം അവയോടെല്ലാം തുറാബ, നിങ്ങൾ മണ്ണായി കൊള്ളുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രമാണ് വിശേഷ ബുദ്ധിയില്ലാത്ത മനുഷ്യരല്ലാത്ത ഇതര ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിധി അത്രയേ ഉള്ളൂ. എന്നാൽ മനുഷ്യന്റെ വിഷയം അതല്ല. മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് അവന് നന്മ തിന്മകളെ വേർതിരിച്ചെടുക്കാനുള്ള ബാധ്യതയുണ്ട്. സന്മാർഗവും ദുർമാർഗവും അവൻ കണ്ടെത്തിയിട്ട്, അല്ലെങ്കിൽ അവന്റെ മുന്നിലുള്ള പ്രമാണ വായനയിൽ നിന്ന് അവൻ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. ആ മനുഷ്യന്റെ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൽ കയ്യിസു, ബുദ്ധിമാൻ, മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, എന്തൊന്ന് ചെയ്യുമ്പോഴും തന്റെ മരണാനന്തര ജീവിതത്തിൽ എന്ത് തനിക്ക് ലഭിക്കുമെന്ന ചിന്തയാണ് ഒരു ബുദ്ധിമാന്റെ വിശ്വാസ പ്രവർത്തന തലങ്ങളിലെല്ലാം ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഉറക്കമിളച്ചിരുന്നിട്ട് നമ്മൾ പ്രഭാതത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നതോ, നമ്മൾ അല്ലെങ്കിൽ വളരെ വളരെ നന്നായി ആഘോഷിച്ചു എന്ന് പറയുന്നതോ, കേരളം നന്നായി ആഘോഷിച്ചു, ഇന്ത്യ രാജ്യത്തും അത്യാവശ്യം നല്ല ആഘോഷം ഉണ്ടായി, അതിനേക്കാൾ നന്നായിട്ട് വേൾഡ് ആഘോഷിച്ചു എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കേണ്ടത്, എന്റെ മരണാനന്തരം എന്ത് എനിക്ക് ബാക്കിയാക്കാൻ, ഓരോ രാവും എന്നിൽ നിന്ന് പിന്നിടുമ്പോൾ, ഓരോ പകലും എന്നിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ, ഓരോ ഇയറും ഓരോ വർഷവും എന്നിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ, ഞാൻ എൻ്റെ മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി എന്ത് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്ന ചിന്ത, അതാണ് ഒരു ബുദ്ധിമാന്റെ ചിന്ത. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്യന്തികമായ അടിസ്ഥാനപരമായ അവന്റെ ചിന്ത അതായിരിക്കണം. അല്ലാതെ അത് ഉഷാറായിരുന്നു എന്ന് പറയുന്നിടത്തോ, അത് മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നിടത്തോ അല്ല. മറിച്ച് നമുക്ക് ഉഷാറാകേണ്ടത്, നമുക്ക് മറക്കാൻ പറ്റാത്തതുമാകേണ്ട സന്ദർഭങ്ങൾ നമ്മുടെ നാഥരുമായിട്ട് നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന ആ രാവിന്റെ വേളകളായിരിക്കണം. 3 ലക്ഷം ആളുകളോളം ഫോർട്ട് കൊച്ചിയിൽ എത്തുമെന്നാണ് പറഞ്ഞത്. അതല്ല, ഞാൻ എൻ്റെ നാഥനുമായിട്ട് ഒറ്റയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ നാഥനുമായിട്ട് എൻ്റെ കൺപോളകൾ അടയ്ക്കാതെ, എൻ്റെ ചുണ്ടുകൾ വിതുമ്പി, എൻ്റെ ഹൃദയം തേങ്ങിയിട്ട് എൻ്റെ നാഥന്റെ മുന്നിൽ ഞാൻ ഇരിക്കുന്നിടത്താണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബൗദ്ധികമായ ബുദ്ധിപരമായ ഒരു തലത്തിൽ അവൻ പ്രവർത്തിക്കുക. അങ്ങനെയാണ് റസൂൽ പറഞ്ഞു. എന്നാൽ ദുർബലന്മാരുണ്ട്, വേണ്ടത്ര ചിന്തിക്കാത്തവരുണ്ട്, വേണ്ടത്ര ആലോചിക്കാത്തവരുണ്ട്. അവരുടെ പ്രശ്നം എന്താണ്? അവരുടെ പ്രശ്നം
അവന്റെ ദുർബലമായ നഫ്സ് എന്താണോ അവനോട് ആവശ്യപ്പെടുന്നത് അതിനെ പിന്തുടർന്നുകൊണ്ട് ഹവാഹു, ആ നഫ്സിന്റെ ഇഷ്ടത്തെ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നവനാണ് ബുദ്ധി കുറഞ്ഞു പോയ മനുഷ്യൻ, ദുർബലനായ മനുഷ്യൻ. ഈമാനും ദുർബലമാണ്, വേണ്ടത്ര ചിന്താശേഷിയും ദുർബലമാണ്, വരാനിരിക്കുന്ന ആത്യന്തികമായ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ഓർമ്മയും ദുർബലമാണ്. അങ്ങനെയുള്ള മനുഷ്യൻ തന്റെ താൽക്കാലികമായ ഇഷ്ടമാകുന്ന മനസ്സ് രൂപപ്പെടുത്തി കൊടുക്കുന്ന ആ ഇഷ്ടത്തിനെ പിന്തുടർന്നുകൊണ്ട് അതിനെ പിൻപറ്റിക്കൊണ്ട് അതിന്റെ പിന്നാലെ കടന്ന് പായുന്നവനാണ് ദുർബലനായ മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, തമന്ന അലല്ലാഹി തആല, എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് വ്യാമോഹം വെച്ച് പുലർത്തുക. അള്ളാഹുവിനെ കുറിച്ച് അവരെനിക്ക് ഈ ദുനിയാവ് തന്നില്ലേ എങ്കിൽ എനിക്ക് ആഖിറവും തരും, ഈ ദുനിയാവിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ആയില്ലേ എങ്കിൽ ആഖിറവും എനിക്ക് എങ്ങനെയെങ്കിലും ആകും എന്നിങ്ങനെ വെറുതെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെയോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയോ ഒന്നും അള്ളാഹുവിനെ മനസ്സിലാക്കാതെയും അവന്റെ വിചാരണ നാളിനെ മനസ്സിലാക്കാതെയും അവന്റെ പാരത്രിക ലോകത്തിന്റെ കണക്കെടുപ്പിനെ മനസ്സിലാക്കാതെയും മുന്നോട്ട് പോകുന്ന ആ മനുഷ്യന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുന്നതാണ് എന്ന പ്രവാചക തിരുമേനിയുടെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ആലോചിക്കേണ്ടത് മരണാനന്തര ജീവിതത്തിലേക്ക് ബാക്കിയാകുന്ന എന്താണ് ഒരു വർഷം നമ്മളിൽ നിന്ന് പിന്നിടുമ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ളത്, നമുക്ക് സമാധാനിക്കാനുള്ളത്, നമുക്ക് സമാശ്വാസം കൊള്ളാനുള്ളത്, വരുന്ന ഒരു വർഷത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് എന്തൊക്കെ പ്രതിജ്ഞയാണ് പുതുക്കാനുള്ളത്, നമുക്ക് എന്തൊക്കെ ഉറച്ച തീരുമാനങ്ങളാണ് എടുക്കാനുള്ളത്, നമുക്ക് ഏതൊരു നിലയിലാണ് അള്ളാഹുവിന്റെ അരികിലേക്കുള്ള ഈ യാത്രയെ ധന്യമാക്കേണ്ടത്, അവന്റെ സംതൃപ്തിയിലാക്കി തീർക്കേണ്ടത്. ഇതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടത്. ഖുർആൻ വളരെ കൃത്യമായി അവന്റെ പരമകാരുണികന്റെ വിശിഷ്ടരായ ദാസന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, വഇദാ മർറു ബില്ലഅവി മർറു കിറാമ. തീർച്ചയായും അവർ എങ്ങനെയാണ് അനാവശ്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൂടെ അവർ നടന്നു പോവുകയാണെങ്കിൽ അവർ വളരെ മാന്യന്മാരായി നടന്നു പോകുന്നവരായിരിക്കും എന്ന് ഇബാദുർ റഹ്മാനിനെ കുറിച്ച് പറഞ്ഞെടുത്ത് സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞ ഒരു വചനത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. ആള് കൂടുന്നിടത്തേക്കൊക്കെ നമുക്ക് പോകണമെന്ന് തീരുമാനിച്ച് അടിപൊളിയാകുന്നത് അങ്ങനത്തെ സ്ഥലങ്ങളാണ് എന്ന് വിചാരിച്ച് നമസ്കാരമൊക്കെ ഉണ്ട് കേട്ടോ, നമസ്കാരമൊക്കെ ഉണ്ട്, ബീച്ചിലും പള്ളിയുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലായിടത്തും പോകുന്നവരും ഇശാ ഒക്കെ കഴിഞ്ഞിട്ട് നമസ്കാരമൊക്കെ ഉണ്ട്. പക്ഷേ ഖുർആൻ പറഞ്ഞത് ആ നമസ്കാരത്തോടൊപ്പം അവർക്ക് ചില വിശിഷ്ട സ്വഭാവങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. നടത്തം മുതൽ സംസാരം മുതൽ അവരുടെ ഇടപാടുകൾ മുതൽ അവരുടെ സാമ്പത്തികമായ ചെലവഴിക്കലുകൾ മുതൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിശേഷണങ്ങൾ ഇബാദുർ റഹ്മാനായിട്ടുള്ള പരമകാരുണികന്റെ ദാസന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞ ഒരു വിശിഷ്ടമായ ഗുണമാണ് വഇദാ മർറു ബില്ലഅവി മർറു കിറാമ. അനാവശ്യമായ ഇടങ്ങളിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ തനിക്ക് ഏറെ ഒന്നും പ്രതിഫലാർഹമാകുന്ന പ്രവർത്തനങ്ങൾ കിട്ടുകയില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും തന്നെ തിന്മയിലേക്ക് വലിക്കുകയോ തന്റെ നോട്ടം തിന്മയിലേക്ക് പോവുകയോ തന്റെ സംസാരം തിന്മയുമായി ബന്ധപ്പെടുകയോ തന്റെ കേൾവിയിലേക്ക് തെറ്റായിട്ടുള്ള തിന്മയായിട്ടുള്ള വാക്കുകൾ വന്നലക്കുകയോ ഒക്കെ ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് പരമാവധി മാന്യന്മാരായി കൊണ്ട് മാറി സഞ്ചരിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ വിശിഷ്ടരായ ദാസന്മാരായി തീരാൻ ആഗ്രഹിക്കുന്ന ദാസിമാരായി തീരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൈക്കൊള്ളേണ്ടത്. ഒറ്റടിക്ക് ഹറാമാണ് എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ ഒന്നുകൂടി ഈ ഉമ്മത്തിന് ചില അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പരമകാരുണികന്റെ ദാസന്മാരും ദാസികളുമായി മാറുക. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒപ്പം ഞാനൊരു കാര്യവും കൂടി പറയട്ടെ പ്രിയപ്പെട്ടവരെ. ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രഭ കൊണ്ട് വളരെ കൃത്യമായ ഒരു വിമോചനമാണ് അല്ലാഹു തആല ലക്ഷ്യമാക്കുന്നത്. ഇന്നലെ ഈ വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സിറ്റിയാകുന്ന ന്യൂയോർക്ക് സിറ്റിയിൽ സുഹൃദ് മംദാനി എന്ന് പറയുന്ന ഒരു മുസ്ലിം വംശജനായിട്ടുള്ള ഒരു മേയർ നാളിതുവരെ ബൈബിളിനെ തൊട്ടുകൊണ്ട് മാത്രം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ഇടത്തു നിന്ന് വിശുദ്ധ ഖുർആനിനെ മ്യൂസിയത്തിൽ ഇരുന്ന ഒരു വിശുദ്ധ ഖുർആനിനെ കൊണ്ടുവന്ന് ആ വിശുദ്ധ ഖുർആനിന്റെ മുകളിൽ അദ്ദേഹം സ്ഥാനമേറ്റിരിക്കുന്ന ഒരു
വെള്ളിയാഴ്ചയിലേക്ക് കൂടിയാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഒരുപാട് ചരിത്രപരമായ സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ചരിത്രപരമായ വായനകൾക്ക് ഇടമാകാൻ സാധ്യതയുള്ള ഒരു വലിയ മാറ്റത്തിലേക്ക്, ലോകം ഉറ്റുനോക്കുന്ന ഒരു മാറ്റത്തിലേക്ക്, ഒരു പക്ഷേ ആ ഒരു സ്ഥാനാരോഹണത്തെ മുസ്ലിങ്ങളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അഭിമാനത്തിന്റെയും അതിനേക്കാളേറെ സന്തോഷത്തിന്റെയും അതിനേക്കാളേറെ നമ്മുടെ പ്രാർത്ഥന, ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ലോകത്ത് പടർന്ന് പരത്താൻ വേണ്ടി ഫോബിയകളാകുന്ന ആളുകളും അതുപോലെ തന്നെ ഇസ്ലാമിന് ശത്രുക്കളാകുന്ന ഓറിയന്റലിസ്റ്റുകളാകുന്ന ആളുകളും ഒക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആ പണിയെടുക്കുന്ന നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയിൽ ഇതല്ല ഇസ്ലാം എന്ന ഇസ്ലാമിന്റെ യഥാർത്ഥമായ മുഖവും അതിന്റെ യഥാർത്ഥമായ വിമോചനവും ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ, ലോകത്തിന്റെ മുന്നിൽ കാഴ്ചവെക്കാനും സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകണമെന്നതാണ് നമ്മുടെ ആഗ്രഹം, അല്ലെ? അതാണ് നമ്മുടെ പ്രാർത്ഥന. ഈ വിമോചനമാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും വിശുദ്ധ ഖുർആനിലൂടെ നേടാനുള്ളത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതാണല്ലോ. പരിശുദ്ധമായ റമദാനിനെ നമുക്ക് സ്വീകരിക്കാൻ, പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ആ റമദാനിന്റെ കാരണക്കാരനായിട്ടുള്ള ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധവും, ആ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബാധ്യതകളും, ആ ഖുർആൻ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഓഫറുകളും, ഇതൊക്കെ നേടുന്ന ഒരു ഉമ്മത്തായി തീരാനുള്ള പരിശ്രമം എങ്ങനെ നമുക്ക് കൈക്കൊള്ളാൻ സാധിക്കും എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. അവിടെ ഖുർആൻ വളരെ കൃത്യമായി പറയണം, അലിഫ് ലാം റ കിതാബുൻ അൻസൽനാഹു ഇലൈക്, പ്രവാചകരെ അങ്ങേയ്ക്ക് തീർച്ചയായും ഈ ഗ്രന്ഥത്തെ നാം ഇറക്കി തന്നിരിക്കുന്നത്, നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അന്ധകാരങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന മാനവരാശിക്ക് ഖുർആനിന്റെ വെളിച്ചമാകുന്ന വെളിച്ചത്തിലേക്ക് അവരെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ജനങ്ങൾ അന്ധകാരത്തിലാണ്, അല്ല അന്ധകാരങ്ങളിലാണ്. ഖുർആൻ അവിടെയൊക്കെ ജമായിട്ടാണ്, പ്ലൂറലായിട്ടാണ് പറഞ്ഞത്. ജനങ്ങൾ അന്ധകാരങ്ങളിലാണ്, ഖുർആനിന്റെ ആളുകൾ പോലും അന്ധകാരങ്ങളിലാണ്. എന്താ നമ്മൾ ആലോചിച്ച് നോക്കുക, ഖുർആനിന്റെ അനുയായികൾ എന്ന് പറയുന്ന, ഖുർആനിന്റെ ആളുകൾ എന്ന് പറയുന്ന, ഖുർആനുമായിട്ട് അതിന്റെ ജന്മിമാരായി ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന ആളുകൾ പോലും ഖുർആനിന്റെ വെളിച്ചം സ്വീകരിക്കാതെ അതിന്റെ അന്ധകാരങ്ങളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളിലാണ്, എത്രയോ ആഴമേറിയ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിന്റെ നേരെ ഘടകവിരുദ്ധമായ ഇരുട്ടുകളിലാണ് മുസ്ലിം ഉമ്മത്ത് പോലും ഉള്ളത്. എന്നാൽ ഖുർആനിന്റെ ഇഖ്റാജിയത്ത്, ഖുർആനിന്റെ വിമോചനം, ഖുർആൻ നൽകുന്ന ഈ അടിസ്ഥാനപരമായ മോചനം, ആ ഈ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഈ പടപ്പുറപ്പാട്, അതിനു വേണ്ടിയാണ് ഈ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു തആല പറയുന്നത്. എല്ലാം ഉണ്ട്. നിങ്ങൾ ആലോചിച്ചോക്കെ, ഇറ്റലിയിൽ നിന്നൊക്കെ ഓരോ വെള്ളിയാഴ്ചയും പള്ളിയുടെ മിഹ്റാബിൽ വന്നിട്ട് ജുമുഅ കഴിയുമ്പോൾ ആളുകളുടെ മുന്നിൽ വന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ഷഹാദയുടെ കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുന്ന ഒരുപാട് ആളുകളുടെ ചിത്രസഹിതം ഉള്ള വാർത്തകളാണ് നമ്മൾ സോഷ്യൽ മീഡിയകളിലും അതുപോലെയുള്ള വാർത്താ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരോട് നമ്മൾ ചോദിക്കാണ്, വിശുദ്ധ ഖുർആൻ അവർ പറയുന്നത് എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായി, ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു ഖുർആൻ ഞാൻ വായന തുടങ്ങിയതോടുകൂടി. നമുക്ക് ഒരു നൂറ്റാണ്ട് കാലമായിട്ട് അല്ലെങ്കിൽ എത്രയോ കാലമായിട്ട് നമ്മൾ ഖുർആൻ വായിച്ചിട്ട് നമുക്ക് ഇപ്പോഴും ഒരു സംശയം മാറിയിട്ടില്ല. നമ്മൾ ആലോചിച്ചു, അവർക്കുണ്ടായിരുന്ന ഇസ്ലാമിന് മുമ്പ്, ഖുർആനിക വായനയ്ക്ക് മുമ്പ് അവർക്കുണ്ടായിരുന്ന മുഴുവൻ സംശയങ്ങളും അവർ ഖുർആൻ വായിച്ചതോടുകൂടി അവർക്ക് ദൂരീകരിക്കപ്പെട്ടു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പ്രതിപാദിച്ചു വെച്ചിരിക്കുന്ന വിഷയങ്ങൾ അത് തീർച്ചയായും ഒരു മനുഷ്യനെ കൊണ്ട് പറയാൻ കഴിയുന്നതല്ല എന്നവർക്ക് 100% ബോധ്യപ്പെട്ടു. അവർ ആ ഖുർആനിന്റെ വിമോചനത്തിലേക്ക്, അവർ ഇസ്ലാമിന്റെ ആ വളരെ ശീതള സുന്ദരമായ ആ പാതയിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ, പാരമ്പര്യ മുസ്ലിങ്ങളാകുന്ന നമ്മൾ കേരളത്തിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പരിധിവരെ ഖുർആനിനെ കയ്യിലേക്ക് എടുത്തു കൊടുത്ത ഒരു സംസ്ഥാനത്ത് പോലും ആ ഖുർആനിനെ നമ്മൾ താഴേക്ക് വെച്ചിട്ട് നമ്മൾ പിൻപറ്റി പോകുന്ന, തക്ലീദ് ചെയ്യുന്ന, അങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരു കാലത്ത് മദ്ഹബിനെ തക്ലീദ് ചെയ്തിരുന്നതിന്റെ മറുവശമായിട്ട് പ്രസ്ഥാനങ്ങളെ തക്ലീദ് ചെയ്തു പോകുന്ന ഒരു വിരോധാഭാസത്തിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിനെ നമ്മളൊന്ന് കയ്യിലെടുക്കണം.
റമദാനിന് മുമ്പ് നമ്മൾ ആ ഖുർആനിനെ കയ്യിലെടുക്കും എന്ന് കയ്യിലെടുക്കുകയും ഞാനത് കയ്യിലെടുത്തത് താഴെ വെക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിജ്ഞയോടുകൂടി അള്ളാഹുവിന് വേണ്ടി നമുക്ക് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കണം. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റു ഫൽയസ്മുഹു. എന്നിട്ട് നമുക്ക് നോമ്പെടുക്കാം. ആ ഖുർആനിന്റെ ഹുദ സ്വീകരിച്ചിട്ട്, ആ ഖുർആനിന്റെ സത്യാസത്യ വിവേചനത്തിന്റെ പാത സ്വീകരിച്ചിട്ട് നമുക്ക് തീർച്ചയായും നോമ്പെടുക്കാൻ പ്രിയപ്പെട്ടവരെ. അതെ, അതിനു വേണ്ടിയാണ് അല്ലാഹു തആല ഈ വിശുദ്ധമായ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചത്. അന്ധകാരങ്ങളിൽ നിന്ന് ഏകമായ ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക്, വേദഗ്രന്ഥങ്ങളുടെ അവസാന പതിപ്പാകുന്ന ഈ വിശുദ്ധ ഖുർആനിന്റെ ഏകമായ വെളിച്ചത്തിലേക്ക് മാനവരാശിയെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അല്ലയോ പ്രവാചകരെ താങ്കൾക്ക് ഈ വിശുദ്ധ വേദത്തെ നാം അവതരിപ്പിച്ചത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ബിഇദ്നി റബ്ബിഹിം, അവരുടെ നാഥന്റെ അനുവാദ പ്രകാരം, ഹിതപ്രകാരം. ആ നാഥൻ എന്താണോ ഹിതപ്പെട്ടത്, ആ നാഥൻ എന്താണോ അനുമതി നൽകിയത്, അതാണ് ആ വേദഗ്രന്ഥത്തിന്റെ എല്ലാ അധ്യാപനങ്ങളും. ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനും പ്രതാപവാനുമായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ ഹിതപ്രകാരം ആ ആളുകളെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിശുദ്ധ വേദത്തെ അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു തആല പറയുന്നു. ആ ഖുർആനിനെ നമുക്കൊന്ന് സ്വീകരിക്കാം. ആ ഖുർആനിന്റെ ഹുദയെ സ്വീകരിക്കുന്നവരാകും, അങ്ങനെ ജീവിക്കുന്നവരാകും. ന്യൂയോർക്കിന്റെ മേയർ അവിടെ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിന്റെ അനുഭൂതി, അതിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രകാശമാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതൊരു വലിയ താങ്ങും തണലുമായി മരണാനന്തര ജീവിതത്തിലേക്ക് വരണമെങ്കിൽ അദ്ദേഹം തൊട്ട് സത്യം ചെയ്ത ആ ഖുർആനിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിനോട് ചേർത്ത് വെക്കാൻ, നമ്മുടെ നെഞ്ചകങ്ങളിലേക്ക് ചേർത്ത് വെക്കാൻ, ആ ഖുർആനിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ, ആ ഖുർആനിന്റെ ഹുദയെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, തീർച്ചയായും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. വഹ്ദറൂ, അതിനെതിരായി വരുന്നതിന് വളരെ കരുതലോടുകൂടി ജാഗ്രവത്തായിരിക്കുകയും ചെയ്യാനുള്ള ആ ഒരു മാർഗത്തെ സ്വീകരിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയാം വണ്ണം കാര്യങ്ങളെ മനസ്സിലാക്കി അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ഒരു അവസ്ഥയിൽ അള്ളാഹുവിന്റെ ഗന്ധവുമായിട്ടുള്ള ബന്ധവും അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള അനുസരണവും എല്ലാം യഥാവിധി നിലനിർത്തിക്കൊണ്ട് അവന്റെ പൊരുത്തത്തിലായി കൊണ്ട് ജീവിച്ച് അവന്റെ പൊരുത്തത്തിലായി കൊണ്ട് മരണപ്പെടാനുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മയും നമ്മുടെ പ്രിയപ്പെട്ട ഓമന മക്കളെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ഓരോരുത്തരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. أما بعد أيها الإخوان والأخوات സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകളും അവന്റെ നിർദ്ദേശങ്ങളും യഥാവിധി പാലിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിച്ച് എപ്പോഴാണെന്നറിയാത്ത മരണം എപ്പോൾ നമ്മളെ പിടികൂടിയാലും അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമത്തോടെ ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മഹാനായ റളിയല്ലാഹു അൻഹു പേർഷ്യൻ സർവ്വസൈന്യാധിപനായിരുന്ന റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു രംഗം പറയുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. അപ്പോ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ റുസ്തം അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടും, കാരണം ലോകം പിടിച്ചടക്കാൻ വേണ്ടി പോയ അലക്സാണ്ടർ ചക്രവർത്തി പോലും മക്കയെ നോക്കിയിട്ട് ആ പ്രദേശത്തെ കീഴടക്കുന്നതിനേക്കാൾ നല്ലത് ഒട്ടകത്തെ കീഴടക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി പോയ ഒരു പ്രദേശത്തിന്റെ ഉടമകളാണ്. ആ മക്കയിൽ നിന്നാണ് സാമ്രാജ്യത്വത്തിന്റെ അന്നത്തെ ഏറ്റവും വലിയ പരവതാനി വിധിക്കപ്പെട്ടിരിക്കുന്ന പേർഷ്യയുടെ സർവ്വസൈന്യാധിപന്റെ സന്നിധിയിലേക്ക് കണ്ടം വെച്ച കോട്ടുമിട്ടിട്ട് ഒരു കോവർ കഴുതയുടെ പുറത്ത് റിബീഉ ബിൻ അംർ റളിയല്ലാഹു അൻഹു കയറിച്ചെന്നത്. റുസ്തം കളിയാക്കിയിട്ട് ചോദിച്ചു, എന്താ പറയാനുള്ളത്? മഹാനായ റിബീഉ ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് ഇബ്തഅസനല്ലാഹു ലിനുഖ്രിജൽ ഇബാദ് മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബുൽ ഇബാദ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, മനുഷ്യന്മാരെ അടിമകളാക്കി വെക്കുന്നതിൽ നിന്ന് ദൈവീകമായ അടിമത്വം
ഉബൂദിയത്തിന്റെയും ഇബാദത്തിന്റെയും പരസ്പര പൂരകമായി നിൽക്കുന്ന അടിമത്വം, ആ അടിമത്വത്തിൽ നിന്ന് ഏകനായ റബ്ബിന്റെ ഇബാദത്തിലേക്ക്, അവനെ മാത്രം ആരാധിക്കുകയും അവന്റെ മാത്രം ആത്യന്തികമായ അടിമയാണ് മനുഷ്യൻ എന്നുള്ള ആ അടിമത്വത്തിലേക്കും ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച ഒരു വിഭാഗം ആളുകളാണ് ഞങ്ങൾ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം, നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ മതങ്ങളുടെ അധാർമികതയിൽ നിന്ന്, ഈ മതങ്ങളുടെ അരാജകത്വങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിപൂർവകമായ സാധ്വലമായ ഇസ്ലാമിന്റെ നീതിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു, സംഗലകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്ന ഈ ഐഹിക ലോകത്തെ നിങ്ങളുടെ നിയമങ്ങളിൽ നിന്ന് പൂർണ്ണമായും ആ ഇടുങ്ങിയ, കുടുസായ, ഞെരുക്കമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന എല്ലാ വിധത്തിലുമുള്ള ഈ ഐഹിക നിയമങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിശാലമായ ഇസ്ലാമിന്റെ ഈ തെളിനീരിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഞങ്ങളെ നിയോഗിച്ചയച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയാമോ? രണ്ടാമത്തെ ഖുതുബയില് ഇതാണ് ഇസ്ലാം. നമ്മൾ ആരും, ഒരു പണ്ഡിതന്മാരും, ഒരു മുസ്ലിയാക്കന്മാരും, ഒരു പൗരോഹിത്യവും, ഒരു ഖാദിയും നമ്മളെ വരിഞ്ഞു പുറക്കേണ്ടതില്ല. ഇസ്ലാമിന്റെ ശുദ്ധമായ, ഇസ്ലാമിന്റെ നീതിപൂർവകമായ, ഇസ്ലാമിന്റെ വിശാലമായ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലേക്ക് തുറന്നു വെക്കുന്ന ഈ സാധ്വരമായ ഇസ്ലാമിന്റെ തീരങ്ങളിലേക്ക് വരിക എന്നതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതിന് ആ ഗ്രന്ഥം നമ്മുടെ കയ്യിലെടുക്കണം. എല്ലാവർക്കും തിരിയും, എല്ലാവർക്കും മനസ്സിലാകും, എല്ലാവർക്കും പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതാണ്. അതിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ഗ്രന്ഥവുമായി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ എന്താണ് ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാകും. ലോകത്ത് ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾ അവരനുഭവിക്കുന്ന ആ ഒരു മാധുര്യത്തിന്റെ ആ ഒരു മധുരം എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളിലും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പശ്ചാത്തപിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും ഓർമ്മ വരുന്നത് നമ്മൾ ചെയ്തു പോയ തിന്മകൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ആ തിന്മകളിൽ ഒരു തിന്മയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ നമ്മൾ അവഗണിച്ചത്. ആ ചെയ്യാൻ പാടില്ലാത്ത അതീവമായ ഒരു പാതകമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ നമ്മൾ അടുത്തറിയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നത്. അത് ഉൾപ്പെടെ നമ്മൾ പശ്ചാത്തപിക്കുകയും ആ പശ്ചാത്താപാനന്തര ജീവിതം എത്ര നാളാണോ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്, ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു പശ്ചാത്താപാനന്തര ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. എല്ലാ രംഗത്തുമുള്ള തെറ്റുകളിൽ നമ്മൾ പശ്ചാത്തപിക്കുന്നത് പോലെ തന്നെ ആ പശ്ചാത്താപത്തിനു ശേഷമുള്ള ജീവിതത്തിൽ നമ്മൾ കാര്യങ്ങൾ നന്നാക്കി തീർക്കുന്നത് പോലെ തന്നെ ഈ വിശുദ്ധ ഖുർആനിൽ നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് ശേഷിക്കുന്ന ജീവിതത്തിൽ കാര്യങ്ങൾ നന്നാക്കി തീർക്കണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും അതിൻ്റെതായ ഗൗരവത്തോടെയും അതിൻ്റെതായ കൃത്യതയോടും കൂടി മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ വാക്കുകളും നമ്മുടെ കേൾവിയും അല്ലാഹു തആല പൂർണ്ണമായ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ പരിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന, നമുക്ക് വേണ്ടി ശുപാർശകരായി വരപ്പെടുന്ന ആ ഒരു അവസ്ഥയിൽ ആ ഗ്രന്ഥവുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു. നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പലരും, അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട പലരും പല വിധത്തിലുള്ള പ്രയാസങ്ങളിലാണ്. അല്ലാഹു തആല എല്ലാവർക്കും ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല എളുപ്പമാക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പലരും മരണപ്പെട്ടു പോയി. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു തആല വിശാലമാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാകുന്ന നമ്മുടെ മക്കള് അല്ലാഹു തആല ഈ ദീനിൽ ചേർത്തു നിർത്തി അവര് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായി അവരുടെ പ്രാർത്ഥനകൾ വലിയ ഒരു സമാധാനമായി അല്ലാഹു തആല കൊണ്ടെത്തിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിന
وعلى كل أمورنا لا حول ولا قوة إلا بالله عليك توكلنا وإليك ننيب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات أحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اعز الإسلام والمسلمين واذل الشرك والمشركين اللهم احينا بالقرآن والسنة وأمتنا مع الإيمان والتوبة توفنا مسلمين والحقنا بالصالحين ربنا تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك